എടി പുറത്തു പോകാണ്ട് നിരത്തടി. ആ രാധ അവരെത്തിടി കേട്ടോ. ആ വരുന്നു. ആഹാ എത്തിയോ രണ്ടാളും? വാ. ചേച്ചി എന്താ ഇത്? എന്തിനാ ചേച്ചി കരയുന്ന? കൃതിക മേഡം എന്നോട് ക്ഷമിക്കണം. പ്രായത്തിൽ ഇളയതാണെന്നോ എന്റെ അനിയനെ വിശ്വസിച്ചിറങ്ങിയ കുട്ടിയാണെന്നോ ഒന്നും ഓർക്കാതെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചു. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു തെറ്റ് കൃതിക മേഡം ക്ഷമിച്ചു. എന്റെ ഭർത്താവ് പോലീസിന്റെ പിടിയിലാവുമായിരുന്നു. അവിടെ മേഡം ഞങ്ങളെ രക്ഷപ്പെടുത്തി. നന്ദി വാക്കുകളിലൊന്നും തീരില്ലെന്ന് എനിക്കറിയാം. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ കൃതിക മേഡത്തോട് കടപ്പെട്ടവളായിരിക്കും. എന്താ ചേച്ചി ഇത്? ചേച്ചി ഇപ്പോഴും എന്നെ അനിയത്തിയായിട്ടല്ല കാണുന്നത്. അതല്ലേ എന്നെ ഇപ്പോഴും ഋതിക മാഡം എന്ന് വിളിക്കുന്നത്. രാജുന്റെ കുടുംബം എന്റെ കുടുംബമാണ്. രാജുന്റെ ചേച്ചി എന്റെ ചേച്ചിയാ. ഞാൻ ചേച്ചിയുടെ അനിയത്തി. നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങള് നമ്മളെ തന്നെ പരിഹരിച്ച് അത് നമുക്കിടയിൽ തീരുന്നതല്ലേ നല്ലത്. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. ചേച്ചി വാ. അളിയനോട് മാഡം ക്ഷമിച്ചെന്ന് എനിക്കറിയാം. ചേച്ചിക്കും ഒരുപാട് സന്തോഷായി. മാഡം നോക്കിക്കോ, ഇനി ചേച്ചി മാഡത്തിന്റെ സൈഡായിരിക്കും. ആണോ? എന്നിട്ടെന്താ, ചേച്ചി മാഡത്തിന് സപ്പോർട്ടായിരിക്കും. ചേച്ചി അപ്പൊ എന്നെ നാത്തൂനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ രാജു? ദൈവമേ, ഞാൻ പറഞ്ഞതിന് അങ്ങനൊരു അർത്ഥം ഇല്ല. പക്ഷെ അതല്ലേ സത്യം. അതെ, അത് ശരിയാണല്ലോ. രാധമ്മയും അങ്കിളും പ്രിയ ചേച്ചിയും എനിക്ക് സപ്പോർട്ടായ സ്ഥിതിക്ക് ഇനിയും ശ്രീ കൂടി എന്റെ സൈഡായ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാനാ ഈ വീട്ടിലെ മരുമകള്. ഋതിക മാഡം ചതിക്കല്ലേ. എന്റെ മാനസിക ബുദ്ധിമുട്ട് ഋതിക മാഡത്തിന് അറിയാലോ. വർമ്മ സാറിന് എന്നോടുള്ള വെറുപ്പ് മാറുന്ന നിമിഷേ എന്റെ ശ്വാസം നേരെ വീഴു. ഇലക്ഷൻ വരുക. ഇത്തവണത്തെ ഇലക്ഷൻ വർക്കിന്റെ നേതൃത്വമാണെങ്കിൽ ആ ദീപകിന്. ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ല. എത്രയും പെട്ടെന്ന് ഈ കല്യാണ കഥ നമുക്ക് അവസാനിപ്പിക്കണം. അധികാരം, പവർ, അത് നിന്റെ കയ്യിലേക്ക് വന്ന പിന്നെ നീ പറയുന്നതാവും ഈ കുടുംബത്തിലെ അവസാന വാക്ക്. പ്രതാപന് പോലും. അതിന് പ്രതാപന്റെ സ്ഥാനത്തേക്ക് നീ വരണം. അമ്മ എന്തായി പറയുന്നേ? എനിക്കാകെ ഉള്ളത് അമ്മാവന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പണ്ടെങ്ങോ എടുത്തൊരു മെമ്പർഷിപ്പാ. ഒരു പ്രവൃത്തി പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ ചുരുങ്ങിയ കാലം കൊണ്ട് അമ്മാവന്റെ സ്ഥാനത്ത് വരുന്നേ? ഒന്ന് സമാധാനമായി ആലോചിച്ചാൽ അമ്മയുടെ തലയിൽ തെളിയാത്ത ബുദ്ധിയുണ്ടോ മോനെ? അപ്പൊ അമ്മയെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതെ, നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ടെന്ന് പണ്ടേ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞതാ. അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതാ. ഇപ്പോഴാ അതിനെ പറ്റി സമയമായത്. രമ്യ. ഹലോ രമ്യേ. അംബിക മാഡം, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക.
ഋതികയുടെ ഒപ്പം നിൽക്കാനേ ഇപ്പൊ ഒരാള് കൂടിയുണ്ട്, പ്രിയ ചേച്ചി. അവൾ ഒരാളെയോ 50 പേരെയോ കൂടെ ചേർക്കട്ടെ, പക്ഷേ അവർക്കെതിരെ നിൽക്കുന്നതേ അംബികയാ. അംബിക. മാഡം, അത് മാത്രമല്ല, എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു അവള് രാജുവിന്റെ ഭാര്യയായി എന്നും രാജുവിന്റെ വീട്ടില് രാജുവിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടിക്കണം. എന്തെങ്കിലും ഉടനെ ചെയ്യണം മാഡം. രമ്യ, ഞാൻ നിന്നോട് അങ്ങോട്ട് വിളിച്ച് ഇതേ കാര്യം പറയണമെന്ന് ആലോചിച്ചതാ. നിന്റെ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളും എല്ലാം ഉടനെ സോൾവ് ആവാൻ എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ഉണ്ടായ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ തീരുമെന്നാ അംബികമ്മയോട് ഉദ്ദേശിക്കുന്നേ? നീയേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്.